നമസ്കാരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് ഏൽക്കേണ്ടി വന്നത് കനത്ത തിരിച്ചടിയാണ്. ചേലക്കരയിൽ ആര് ജയിക്കുന്നോ, ചേലക്കരയിൽ ഏത് പാർട്ടിയാണോ ജയിക്കുന്നത്, അവരാകും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക, സംസ്ഥാനം ഭരിക്കുക എന്നതായിരുന്നല്ലോ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ വിലയിരുത്തിയിരുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല, KC വേണുഗോപാലും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ചേലക്കര ആര് പിടിക്കുന്നോ അവരാകും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളം പിടിക്കുക എന്ന്. എന്നാൽ ചേലക്കര വിധി എഴുതിയത് ഇടതുപക്ഷം തന്നെ ഭരിക്കട്ടെ എന്നതായിരുന്നു. മൂന്നാമതും ഇടതുപക്ഷം തന്നെ ഭരണത്തിൽ വരണമെന്ന് ചേലക്കര വിധി എഴുതി. അതോടുകൂടി തന്നെ സിറ്റിംഗ് സീറ്റുകൾ മാത്രം നിലനിർത്തിയ കോൺഗ്രസിന് അത് വലിയ പ്രഹരമായി മാറുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളായ മാതൃഭൂമിയും മനോരമയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കടന്നാക്രമിക്കാൻ രണ്ട് വ്യാജ വാർത്തകൾ ചെയ്തു. അതിൽ ആദ്യത്തെ വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്തയായിരുന്നു. KC വേണുഗോപാൽ G സുധാകരനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിരുന്നു. അതൊരു കൂടിക്കാഴ്ചയായിരുന്നു. സുധാകരൻ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന രീതിയിൽ അവർ ആ വാർത്ത വളച്ചൊടിച്ച് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതിനെതിരെ G സുധാകരൻ തന്നെ മാതൃഭൂമിയുടെ റിപ്പോർട്ടറിനെ വലിച്ചു കീറുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു. വാർത്താ ദാരിദ്ര്യമാണോ നിങ്ങൾക്ക് എന്ന് തന്നെയാണ് ചോദിച്ചത്. നാണമാകില്ല ഇങ്ങനെ വ്യാജ വാർത്ത കൊടുക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, G സുധാകരനെ കാണാൻ, G സുധാകരനല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാവ് വയ്യാതെ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളൊക്കെ പോകും, സ്വാഭാവികമാണ്. അത്തരത്തിൽ ആളുകൾ കാണാൻ പോകുമ്പോൾ ഇന്ന പാർട്ടിയിലുള്ള ആളുകൾ മാത്രമേ കാണാവൂ എന്ന് മാധ്യമങ്ങൾ വാശി പിടിക്കുന്നിടത്താണ് നിങ്ങളുടെയൊക്കെ വൃത്തികെട്ട ഒരു മുഖം ജനം തിരിച്ചറിയുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരും മനുഷ്യരാണ്. അതിന് കൂടുതൽ വാല്യൂ നമ്മുടെ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ കൊടുക്കുന്നത് കാണുമ്പോൾ കൈയടിക്കുകയാണ് വേണ്ടത്. ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാളെ കാണാൻ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാവിനെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാവ് ചിരിക്കുന്നത് കണ്ടാലും അതൊക്കെ ആ പാർട്ടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, അത് വ്യാജപ്രചരണമാണ്, അത് അധാർമിക മാധ്യമ പ്രവർത്തനമാണെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ Dr. P. സരിൻ ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനും കൈ കൊടുക്കാൻ പോയപ്പോൾ ഇല്ല ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവിടെ സരിനെ ആക്ഷേപിച്ചൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വ്യാജ വാർത്ത വേറൊന്നുമായിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് കേരള കോൺഗ്രസ് M UDFിലേക്ക് പോരുന്നു, കൂടിക്കാഴ്ച നടത്തിയെന്ന് മാമൻ മാപ്പിളയുടെ മനോരമ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. ആ വ്യാജ വാർത്തക്കെതിരെ കേരള കോൺഗ്രസ് M-ലെ തന്നെ പല നേതാക്കളും ഒക്കെ രംഗത്തേക്ക് വന്നു, ജോസ് കെ മാണി അടക്കം രംഗത്തേക്ക് വന്നു. വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ രണ്ട് വാർത്തകളും 8 നിലയിൽ പൊട്ടി. ചേലക്കരയിൽ നിന്ന് നല്ലൊരു ഗംഭീര തിരിച്ചടിയുമൊക്കെ പറ്റി നിൽക്കുന്ന VD സതീശനെ കാണാൻ മാധ്യമപ്രവർത്തകരെത്തി. എന്തായാലും വലതുപക്ഷ മാധ്യമങ്ങളെ VD സതീശന് കൈവിടുകയല്ലാതെ വേറെ വഴിയില്ല. അവസാനം നൈസായി ലൈവായി മനോരമയെയും മാതൃഭൂമിയെയും VD സതീശൻ കൈവിട്ടു. KC വേണുഗോപാൽ സുധാകരനെ കാണാൻ പോയ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എത്ര മനോഹരമായാണ് സതീശൻ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച വലതുപക്ഷ മാധ്യമങ്ങളെ കൈവിടുന്നത്. ഒപ്പം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പറഞ്ഞല്ലോ, വ്യക്തിപരമായ സന്ദർശനമാണെന്ന്. ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തോട് വളരെ ആദരവും ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത്. MLA-മാരായിരിക്കും, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിമാരിൽ ഞാൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത്. PWD മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് അദ്ദേഹം നല്ലത്. ഞാൻ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും
പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വത്തെയോ അദ്ദേഹത്തിനോട് പാർട്ടിയുടെ കൂറിനെയോ ഞങ്ങളാരും ചോദ്യം ചെയ്യില്ല. കെ സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് തമ്മിൽ വ്യക്തിപരമായൊരു അടുപ്പമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ MP MLA ആയി ഇരുന്ന ആളുകളാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിൽ പോകണ്ട. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ തന്നെ അദ്ദേഹത്തിന് എതിരെ വളച്ചൊടിച്ച വാർത്തകൾ വന്നതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച കണ്ടിരുന്നു. അദ്ദേഹം ഒരു കാലത്തും കോൺഗ്രസിലേക്ക് വരില്ല എന്ന് സതീശന് മനസ്സിലായിരിക്കുന്നു. സതീശൻ അവിടെ ഈ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ജി സുധാകരനെ പറ്റി വളരെ നല്ല വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും താങ്കൾ ഇത്തരത്തിൽ സത്യം പറയാൻ വാ ഉപയോഗിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സത്യങ്ങൾ പറയുന്നത് നല്ലതാണ് സതീശ. എന്തായാലും സതീശന്റെ ഈ ജി സുധാകരനെ പറ്റിയുള്ള പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. പിണറായി വിജയൻ സർക്കാർ ഗംഭീരമായിട്ടുള്ള പല വികസനങ്ങൾ നടത്തിയ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണെന്ന് ഈ ഒരു പ്രതികരണത്തിലൂടെ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രണ്ടാമതും ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനം വിധി എഴുതിയതെന്ന് നന്നായി തന്നെ സതീശന് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. അതൊക്കെ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, അല്ല സതീശേട്ടാ, ഈ UDFന്റെ ഭാഗമാകാൻ പോകുന്നു കേരള കോൺഗ്രസ് M എന്ന് കേട്ടല്ലോ എന്ന്. ചങ്കത്തടിക്കുന്ന ചോദ്യമായി പോയല്ലോ സുഹൃത്തെ. എന്തായാലും സതീശൻ എത്ര മനോഹരമായാണ് മനോരമയെ കൈവിടുന്നതെന്ന് കാണാം. ആ വാർത്ത തെറ്റാണ്. കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല. ജോസ് കെ മാണി പറഞ്ഞാണ് കറക്റ്റ്. ഒരു തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയാൽ ഞാൻ അറിയണ്ടേ, ഞങ്ങളറിയണ്ടേ? UDF നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ ഞങ്ങളറിയാതെ വേറെ ഘടകകക്ഷിയുടെ ചർച്ച ചെയ്യും. അദ്ദേഹം ഇപ്പോൾ LDF നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തിനാ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ഞങ്ങൾ ചോദ്യം ചെയ്യണം? ഞങ്ങളല്ല ആ വാർത്തയുടെ പുറയിൽ. ഞങ്ങളങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വിശ്വാസ്യത തറക്കുന്ന രീതിയിലുള്ള പ്രചരണം ഞങ്ങൾ നടത്തില്ല. ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാം. ഇപ്പം അതില്ല. ഇപ്പം അദ്ദേഹം ഇടതുപക്ഷത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് വിശ്വസിക്ക്, ഞങ്ങൾ ആ വാർത്തയുടെ പിന്നിലില്ല, ഞാനല്ലഹേ എന്നാണ് സതീശൻ പറയുന്നത്. എന്തോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ ചാനലിൽ നിന്ന് ഇങ്ങനൊരു വ്യാജ വാർത്ത ചിലപ്പോൾ ഒരുപക്ഷെ വന്നത് അവിടെ നിന്ന് മാപ്പിള വിളിച്ച് പറഞ്ഞായിരിക്കും എന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം. എന്നാലും എൻ്റെ സതീശ എന്തൊരു ഗതികേടാണ്. 2 വ്യാജ വാർത്തയും പൊട്ടി എന്ന് മാത്രമല്ല, ആകെ അത് നാണക്കേടാവുകയും ചെയ്തു. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാണ് നമ്മുടെ മനോരമയും ഈ സതീശൻ ഗ്യാങ്ങും ഒക്കെ കൂടി. പക്ഷെ ഒത്തില്ല. നല്ല തേച്ചൊട്ടിച്ചു വിട്ടു. ഞങ്ങൾ നല്ല സംതൃപ്തരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് M പറഞ്ഞത്. അതായത് ചെറിയ വടി കൊടുത്ത് വലിയ വടി കൊണ്ട് നല്ല ഗംഭീര വീക്ക് മേടിച്ചു എന്നേ പറയാനുള്ളൂ. വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് അത്. UDFും ഒരു തരത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങളുടെ മതേതര നിലപാടും ഞങ്ങളുടെ ജനാധിപത്യപരമായ ഒരു പൊസിഷനിങ്ങും ഞങ്ങൾ ഒരു കാലത്തും ജയിക്കാൻ വേണ്ടിയിട്ടോ ലാഭത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ വെള്ളം ചേർക്കില്ല. പാലക്കാട് സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്താൻ മഴവിൽ സഖ്യങ്ങളുമായി കൈകോർത്ത UDFനെ നമ്മൾ കണ്ടതാണ്. പാലക്കാട് സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്താൻ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ SDPIക്കെതിരെ RSSനെതിരെയൊക്കെ ഒരു അക്ഷരം മിണ്ടാതെയാണ് പ്രചാരണം നടത്തിയത് എന്ന് നമുക്കൊക്കെ അറിയാം. വർഗീയ കക്ഷികളുടെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ? RSSന്റെയും SDPയുടെയും ഒക്കെ വോട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പോലും ആ പാർട്ടികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, ആ കക്ഷികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിലെ ഒരു നേതാവിനും കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ്. എന്നാൽ RSSന്റെയും SDPയുടെയും അത്തരത്തിലുള്ള വർഗീയ കക്ഷികളുടെയും ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അത്തരം വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ ആ തോൽവിയെ അഭിമാനത്തോടു കൂടി തന്നെ ഏറ്റുവാങ്ങും എന്ന് പറഞ്ഞ ഒരേ ഒരു പാർട്ടി അത് LDF ആണ്. LDFന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ച് നമ്മൾ കണ്ടത്. അങ്ങനെ മൊത്തത്തിൽ ക്ഷീണം തന്നെയായിരുന്നു ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് സതീശന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് അധിക നേരമൊന്നും വാർത്താ സമ്മേളനം നടത്തിയില്ല. ഏകദേശം 6-7 മിനിറ്റ് മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടുള്ളൂ. പിന്നെ ഒരൊറ്റ പോക്കായിരുന്നു. അതിനിടയിൽ സതീശൻ ഈ സന്ദീപ് വാര്യർക്കെതിരെയൊക്കെ ഇപ്പോൾ BJP ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു കൊലവിളി
മുദ്രാവാക്യമൊക്കെ മുഴക്കിയിട്ടുണ്ടല്ലോ. ആ വിഷയത്തിലൊന്നും ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എത്ര പ്രതിബദ്ധതയാണ് പാർട്ടിയിലേക്ക് വരുന്ന നേതാക്കളോട് എന്ന് ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. മാത്രവുമല്ല, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഈ വയനാട് ദുരിതബാധിതർക്ക് സഹായം കൊടുക്കാൻ, കേന്ദ്ര സഹായം കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഈ VD സതീശന് കഴിയുന്നില്ല കേട്ടോ. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഒരു ചോദ്യം പോലും UDFന്റെ ഈ VD സതീശനോട് ചോദിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മനഃപൂർവ്വമാണ് വലതുപക്ഷ മാധ്യമങ്ങളും പിന്നെ അവരുടെ ശിങ്കിടികളുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാത്തത്. കോൺഗ്രസിന് സങ്കടമാകുന്ന, UDFന് ക്ഷീണമാകുന്ന ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെ പുതിയ അജണ്ട എന്ന് പറയുന്നത്. ഒരു PR ഏജൻസി പോലെ നമ്മുടെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒരു സോഴ്സുമില്ലാതെ, ഒരു വ്യക്തതയുമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിക്കാൻ എന്തും ഏതുമൊക്കെ മാധ്യമങ്ങളിലൂടെ പടച്ചുവിടും എന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങൾ. മറ്റുള്ള മാധ്യമങ്ങളുടെ കാര്യവും ഞാൻ പറയേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ ഈ മാധ്യമങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ചേലക്കരയിൽ UDFനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള പെരും കള്ളങ്ങളാണ് അവർ പയറ്റിയത്. EP ജയരാജൻ എഴുതാത്ത ആത്മകഥ എഴുതി അത് DC ബുക്സ് പുറത്തുവിടാൻ പോകുന്നു. പിന്നെ കേൾക്കുന്നു പുറത്തു വിടുന്നില്ല. പിന്നെ കേൾക്കുന്നു PDF പുറത്തു വന്നു. PDF എന്താണുള്ളത്? സർക്കാരിനെതിരെ പറഞ്ഞിരിക്കുന്നു, സരിനെതിരെ പറഞ്ഞിരിക്കുന്നു, പാർട്ടിക്കെതിരെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് EP ഉപയോഗിച്ചുകൊണ്ട് EP പോലും എഴുതാത്ത, EP ഇതുവരെ അച്ചടിക്കാൻ കൊടുക്കാത്ത ഒരു ആത്മകഥയെക്കുറിച്ച് എന്തൊക്കെ പച്ചക്കള്ളമാണ് പടച്ചുവിട്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം സത്യം പുറത്തു വന്നില്ലേ? അവസാനം DC ബുക്സിന്റെ ഉടമ രവി തന്നെ പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെ ഒരു കരാർ, അതായത് ആത്മകഥ പ്രസിദ്ധീകരിക്കാമെന്ന ഒരു കരാറ് EP ജയരാജനുമായിട്ടില്ല. EP ജയരാജൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്ന് പറഞ്ഞില്ലേ? പുറത്തു വന്നത് മുഴുവൻ വ്യാജമാണ് എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിലും ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്തായാലും ഉടൻ തന്നെ കണ്ടുപിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ, ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇവിടുത്തെ ജനങ്ങളെ വോട്ടർമാരെ തിരിക്കാൻ വേണ്ടിയുള്ള പുതിയ തന്ത്രമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ മാധ്യമങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനെ നല്ല രീതിയിൽ തന്നെ CPIM പ്രതിരോധിക്കുന്നുമുണ്ട്. അത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മനോരമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അന്തിച്ചർച്ച നടത്തുന്ന പരിപാടികൾക്ക് ഇനി ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയും, അതായത് AKG സെന്ററിൽ നിന്ന് ഒരു പ്രതിനിധിയെയും അയക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാർട്ടി. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും LDF വലിയ നേട്ടം കൊയ്യുമെന്ന് പല സർവേകളും പറയുന്ന സാഹചര്യത്തിൽ ഈ സർക്കാരിനെതിരെ, ഈ പാർട്ടിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ല. PV അൻവറിനെ പോലുള്ള വാപോയ കോടാലികളെയൊക്കെ കൂട്ടിപ്പിടിച്ച് സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെ പല വ്യാജ വാർത്തകളും തുപ്പുമ്പോഴും ജനം നിങ്ങളെ നോക്കി പുച്ഛിക്കുകയായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ചേലക്കരയിൽ നിങ്ങൾക്ക് കിട്ടിയ അടി, ചേലക്കര നിങ്ങൾക്ക് തന്ന മറുപടി. അത് കേരള ജനത നിങ്ങൾക്ക് തന്ന മറുപടിയാണ് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.